ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷ്യാമാസ് റെസിപ്പി ബോക്സ്. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ്. ഇതിന് ഈവനിങ് സ്നാക്ക് എന്ന് പറഞ്ഞിട്ട് ഒതുക്കാൻ പറ്റില്ല. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായോ ഡിന്നറായോ അല്ലെങ്കിൽ ഒരു ബ്രഞ്ചായോ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ്. നല്ല സ്റ്റൊമക്ക് ഫില്ലിംഗ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത്. ഞാനിവിടെ ഒരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ചെറുതായിട്ടൊന്ന് പിച്ചി ഇട്ട് കൊടുക്കാം. കത്തി കൊണ്ടൊന്നും ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തന്നെ പിച്ചി എടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് ചൂടാക്കാനായിട്ട് വയ്ക്കാം. ചൂടായി വരുമ്പോൾ അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഒരു 1/2 ഇഞ്ചോളം വലുപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന് കഴിഞ്ഞാൽ ഇതിലോട്ടൊരു ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. ഇനി സവാള വലുതാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താലും മതി. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിന് ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലോട്ടൊരു 2-3 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇതിലോട്ട് എരിവിനായിട്ട് മെയിനായിട്ട് പച്ചമുളകാണ് ചേർക്കുന്നത്. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഒന്ന് മുറിച്ചെടുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയിലോട്ട് കുറച്ച് മാത്രം ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഇതിലോട്ടൊരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിന് ഇതുപോലെ ഒന്ന് കളറ് മാറി വരുമ്പോൾ നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. ഇത് അത്യാവശ്യത്തിനൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ബ്രെഡ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി പോലത്തെ മസാലപ്പൊടികളൊന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. ഉപ്പ് ചേർക്കുമ്പോൾ സവാളയിലോട്ടും മുട്ടയിലോട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ബ്രെഡൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഉപ്പ് കൂടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇതിലോട്ടൊരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടി ചേർക്കുന്നുണ്ട്. ഗരം മസാലയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അവസാനമായിട്ട് ഇതിലോട്ട് ചേർക്കുന്നത് സ്വല്പം കുരുമുളക് പൊടിയാണ്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേറ്റവും എരിവിനായിട്ട് 2-3 പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അവസാനമായിട്ട് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് മല്ലിയിലയും കൂടി ചേർത്ത് ഇളക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതുപോലെ മിക്സാക്കി എടുക്കുമ്പോൾ ബ്രെഡിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ബ്രെഡ് അത്യാവശ്യം ഒന്ന് നെരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതല്ലെങ്കിൽ ബ്രെഡ് ഒരു സോഫ്റ്റ് ആയ പോലെ ഇരിക്കും. അതിനേക്കാളും ടേസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത പോലെ കിട്ടുന്നതാണ്. മല്ലിയിലയും കുറച്ചധികം ചേർക്കാം. മല്ലിയില ചേർക്കുന്നത് പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ അടിപൊളി ബ്രെഡ് കൊണ്ടുള്ള ഈ റെസിപ്പി റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ബ്രെഡൊക്കെ ബാക്കി വരുന്ന സമയത്ത് അതല്ലെങ്കിൽ പെട്ടെന്ന് വയറ് വിശക്കുമ്പോൾ കഴിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിലൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇത് ഒരുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടും. ഇനി എല്ലാവരും വീട്ടിൽ ബ്രെഡ് വാങ്ങുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ. എന്തായാലും വീട്ടിൽ ബ്രെഡ് വാങ്ങുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം 1-2 ബ്രെഡ് ആർക്കും വേണ്ട, അതൊരു സൈഡിലിരിക്കുന്നുണ്ടാവും. ആ ബ്രെഡ് കൊണ്ട് തയ്യാറാക്കി എടുത്താൽ തന്നെ മതിയാവും. അപ്പോൾ ഒട്ടും വേസ്റ്റ് ആവില്ല. എല്ലാവർക്കും ആദ്യം നമ്മൾ കഴിച്ച സാധനത്തിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം. താങ്ക്